അരളിപ്പൂവിന് നിരോധനം ഏർപ്പെടുത്തി മലബാർ ദേവസ്വം ബോർഡും നാളെ ഉത്തരവിറക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി പറഞ്ഞു. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമെ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും അരളിപ്പൂ ഇത്തരത്തിൽ പൂജകൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അർച്ചന, നിവേദ്യം, പ്രസാദം എന്നിവയിൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ അരളി ഒഴിവാക്കിയിട്ടുള്ളത്. നാളെ മുതൽ ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അരളിപ്പൂ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നാളെ അത് വിസ്തരമായി ഇറക്കുമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പശുക്കുട്ടി അടക്കം ഇത്തരത്തിൽ ഈ അരളിപ്പൂ കഴിച്ചതിന് ഭാഗമായി വിളിച്ചിരുന്നു. അതിന് മുൻപ് ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയ പരിശോധനകളാണ് ഇത്തരത്തിൽ അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം പ്രസാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അരളിപ്പൂ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ആനന്ദ്, നേദ്യം അതുപോലെ തന്നെ അർച്ചന എന്നിവയിൽ മാത്രമാണോ അരളിപ്പൂവിന് നിരോധനമുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? അർച്ചന, നിവേദ്യം, പ്രസാദം എന്നിവയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അരളിപ്പൂ ഒഴിവാക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റ് പൂജയ്ക്ക് പരമാവധി ഈ തെച്ചി, തുളസി തുടങ്ങിയിട്ടുള്ള പൂവുകൾ കൂടുതൽ ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ പുറത്തു വന്നാണ് നമുക്ക് അറിയുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള നിവേദ്യങ്ങളിൽ നിന്നും പ്രസാദങ്ങളിൽ നിന്നും അരളിപ്പൂ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ്. ആനന്ദ്, എപ്പോഴേക്കും ഉത്തരവിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഇന്ന് മുതൽ തന്നെ ക്ഷേത്രങ്ങൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. നാളെ ഇതൊരു ഉത്തരവായി പുറത്തിറങ്ങുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ആനന്ദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.